സംസ്ഥാനത്ത് പാമ്പ് കടിയേൽക്കുന്നവരുടെ എണ്ണത്തിൽ വൻ വർധന. ഇന്നലെ മാത്രം ഇടുക്കിയിലും കണ്ണൂരിലും പാമ്പ് കടിയേറ്റ് 2 പേർ മരിച്ചു. തിരുവനന്തപുരത്ത് മാത്രം 5 പേർക്കാണ് ഇന്നലെ പാമ്പിന്റെ കടിയേറ്റത്. പാമ്പ് കടിയേൽക്കുന്നവരുടെ എണ്ണത്തിൽ വർധനയുണ്ടായതോടെ ആരോഗ്യവകുപ്പ് ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. റിനു ശ്രീധറുണ്ട് തിരുവനന്തപുരത്ത് നിന്ന്. റിനു, നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ ചൂടിനിടയിൽ പാമ്പുകളെല്ലാം തന്നെ പുറത്തിറങ്ങുന്നു. ഒരുപാട് മരണങ്ങൾ സംഭവിക്കുന്നു പാമ്പ് കടിയേറ്റ്. അതുപോലെ തന്നെ പാമ്പ് കടിയേറ്റ് മരണം സംഭവിച്ചില്ലെങ്കിൽ പോലും ഗുരുതരമായ സാഹചര്യവും നിലവിലുണ്ട്. എന്താണ് ഇപ്പോഴത്തെ നിലവിലൊരു സാഹചര്യം? എന്താണ് പാമ്പ് കടിയെ ഏൽക്കാതെ നമുക്ക് എങ്ങനെ രക്ഷപ്പെടാൻ പറ്റും? സൂര്യശ്രീ, രചന, എന്തായാലും സംസ്ഥാനത്ത് കനത്ത ചൂടാണ്. ഈ ചൂട് കൂടിയ സാഹചര്യത്തിൽ പാമ്പുകൾ മാളത്തിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുന്നത്, തണുപ്പ് തേടിയെത്തുന്നത് സാധാരണമാണ് എന്നുള്ളതാണ് വനം വകുപ്പ് മുന്നറിയിപ്പായി തന്നെ നൽകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ വനം വകുപ്പും ആരോഗ്യവകുപ്പും എല്ലാം കൃത്യമായ ജാഗ്രതാ നിർദ്ദേശവും മുന്നോട്ട് വെക്കുന്നത്. എന്തായാലും കഴിഞ്ഞ അടുത്തുള്ള കുറച്ച് ദിവസങ്ങളിലായിട്ടുള്ള കണക്കുകൾ സൂചിപ്പിക്കുന്നത് സംസ്ഥാനത്ത് പാമ്പ് കടിയേൽക്കുന്നവരുടെ എണ്ണത്തിൽ വലിയ വർധനവുണ്ട് എന്നുള്ളതാണ്. ഇന്നലെ ഇടുക്കിയിലും കണ്ണൂരിലുമൊക്കെ 2 പേർ മരണപ്പെട്ടു എന്നുള്ള വിവരമാണ് നമുക്ക് ഔദ്യോഗികമായി ലഭിക്കുന്നത്. ഒപ്പം തിരുവനന്തപുരത്ത് പരിശോധിക്കുകയാണെങ്കിൽ ഇന്നലെ 4 മണിക്ക് ശേഷം മാത്രം 5 പേർക്ക് പാമ്പിൻ്റെ കടിയേറ്റു എന്നുള്ളതാണ്. ഇവരെല്ലാം തന്നെ ചികിത്സ തേടിയിട്ടുണ്ട്. പക്ഷേ തിരുവനന്തപുരത്ത് അങ്ങനെ മരണം റിപ്പോർട്ട് ചെയ്തിട്ടില്ല. ഗുരുതരമായിട്ടുള്ള സാഹചര്യത്തിൽ ഒരാൾ വെഞ്ഞാറമൂട് ഗോകുലം ആശുപത്രിയിലെ ICUവിൽ തുടരുന്നു എന്നുള്ള വിവരവും ലഭിക്കുന്നുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, ഈ താലൂക്ക് അടിസ്ഥാനത്തിൽ മുതൽ ചിറയൻകീഴിലെ ദിക്ഷലിൻ്റെ മരണം നമുക്ക് അറിയാം. താലൂക്ക് ആശുപത്രിക്കെതിരെ വലിയ രീതിയിലുള്ള ആരോപണം ഉയർന്നു. അതുകൊണ്ട് താലൂക്ക് അടിസ്ഥാനത്തിൽ ഈ ആൻറ്റിവെനം ഉൾപ്പെടെ ആശുപത്രികളിൽ കൃത്യമായി സ്റ്റോക്കുകൾ എത്തിച്ച ജാഗ്രതാ നിർദ്ദേശങ്ങൾ, പ്രത്യേക ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. പക്ഷേ അപ്പോഴും ഉയർന്നു വരുന്ന ഒരു ആരോപണം ഉണ്ട്. ആവശ്യത്തിന് ഡോക്ടർമാർ ഈ ആശുപത്രികളിൽ ഇല്ല എന്നുള്ളതാണ്. ഈ KGMOയെ വലിയ രീതിയിലുള്ള ഒരു പ്രതിഷേധം അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. ഈ പാമ്പ് കടി ഉൾപ്പെടെ ഏറ്റെത്തുന്ന ഒരാൾക്ക് ഒരു നിമിഷം കൊണ്ട് ചികിത്സ നൽകാൻ വേണ്ടി കഴിയില്ല. അതിന് പ്രത്യേക പ്രോട്ടോകോൾ ഉണ്ട്. അതനുസരിച്ച് ഒരു ചികിത്സ നൽകുന്നതിന് വേണ്ടിയിട്ടുള്ള ഡോക്ടർമാർ ആശുപത്രികളില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. പക്ഷേ ആശ്വാസമായി നൽകുന്നത് ചില കണക്കുകളാണ്. ഈ 2018-19 കാലഘട്ടത്തിൽ 123 പേരാണ് പാമ്പ് കടിയേറ്റ് മരിച്ചതായി സംസ്ഥാനത്ത് വനം വകുപ്പ് കണക്കുകളിൽ അറിയിക്കുന്നത്. 2030 പൂർണ്ണമായി പാമ്പ് കടിയേൽക്കുന്നവരെ ഇല്ലാതാക്കുന്നതിന് വേണ്ടി, അല്ലെങ്കിൽ മരണം ഇല്ലാതാക്കുന്നതിന് വേണ്ടി സർപ്പ പദ്ധതിയൊക്കെ കൊണ്ടുവന്നു. സംസ്ഥാനത്ത് ഇപ്പോഴും 24 മണിക്കൂറും സർപ്പ വോളണ്ടിയർമാരെ അധികമായി വിന്യസിച്ചുകൊണ്ട് വനം വകുപ്പ് ഇടപെടൽ നടത്തുന്നുണ്ട്. പക്ഷേ 2025-26 കണക്കുകൾ ആശ്വാസകരമാണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. വെറും 18 പേർ മാത്രമാണ് പാമ്പ് കടിയേറ്റ് മരിച്ചിട്ടുള്ളത് എന്നുള്ളതാണ്. 123-ൽ ഗണ്യമായിട്ടുള്ള ഒരു കുറവുണ്ടായിട്ടുണ്ട്. പക്ഷേ ഈ അടുത്ത ദിവസങ്ങളിലെ കണക്കുകൾ ആശങ്കയുണ്ടാക്കുന്നു എന്നുള്ളതാണ് വനം വകുപ്പ് പറയുന്നത്. നിരവധി പേർക്ക് പാമ്പ് കടിയേൽക്കുന്നു എന്നുള്ളതാണ്. അവർക്ക് വൈദ്യസഹായം എത്തിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഇടപെടൽ സംസ്ഥാന സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുണ്ട്. പക്ഷേ ജാഗ്രത വേണമെന്നുള്ളതാണ്. ജാഗ്രതാ നിർദ്ദേശം നൽകുന്നുണ്ട്. ഈ ഞാൻ തുടക്കത്തിൽ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ തണുപ്പ് തേടി പാമ്പുകൾ വീടുകളുടെ ഉള്ളിലേക്ക് എത്തുവാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ മുൻകരുതലുകൾ എടുക്കണം. ജനാലകളൊന്നും തന്നെ തുറന്നിടരുത്. ജനാലകൾ വഴി അകത്തേക്ക് പാമ്പ് കയറുവാൻ വേണ്ടി സാധ്യതയുണ്ട്. കൊച്ചുകുട്ടികൾക്കാണ് കിടപ്പ് മുറിയിൽ വെച്ച് പാമ്പ് കടിയേൽക്കുന്ന കണക്കുകൾ വർദ്ധിച്ചിരിക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. അതുകൊണ്ട് കൃത്യമായിട്ടുള്ളൊരു ജാഗ്രതാ നിർദ്ദേശവും സംസ്ഥാന സർക്കാർ നൽകുന്നുണ്ട്. സൂര്യശ്രീ, രചന. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.